that your community has needed for a long time. ഇത് നിങ്ങളുടെ ഈ സമൂഹം ഏറെ കാലമായി ആഗ്രഹിക്കുന്ന ഒന്നാണ് എന്ന് എനിക്കറിയാം. And there was no place where you could collect to have meetings, to celebrate weddings and other celebrations before the construction of this auditorium. നിങ്ങൾക്ക് ഈ ഓഡിറ്റോറിയം നിർമ്മിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക്, യോഗങ്ങൾക്ക്, അതുപോലെ കല്യാണങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് ഒരുമിച്ച് ചേരാൻ ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ല എന്നുള്ളതറിയാം. So I'm very happy to be here today and see that you have this new space which your community can use and that can be important and useful for you. അതുകൊണ്ട് ഇത് ഈ പുതിയ ഇടം നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതിൽ അതിന് എനിക്ക് ഏറെ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് വരണം, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾക്ക് നടത്തുന്നതിന് വേണ്ടി ഈ ഇടം നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ളതിൽ സന്തോഷമുണ്ട്. And it is in a sense a double honor for me today because this auditorium is named after Woman Chandni. എനിക്ക് എന്നെ സംബന്ധിച്ചോളം ഇത് ഒരു ഇരട്ടി മധുരമാണ്, ഇരട്ടി ആദരവാണ്. കാരണം ഈ ഓഡിറ്റോറിയം ഇന്ന് നാമകരണം ചെയ്തിരിക്കുന്നത് ബഹുമാനായ ഉമ്മൻചാണ്ടിയുടെ പേരിലാണ്. This morning I was discussing with my mother, who is also here in Wayanad. ഇന്ന് രാവിലെ വയനാട്ടിലുള്ള എന്റെ അമ്മയോടുകൂടി ഞാൻ ഇങ്ങനെ കയ്യിൽ സംസാരിക്കുകയായിരുന്നു. And we were generally talking about politics today, politicians today. And I told her that I'm coming here and inaugurating this auditorium in the name of Woman Chandni ji. പൊതുവിലുള്ള രാഷ്ട്രീയത്തെ സംബന്ധിച്ചും രാഷ്ട്രീയ നേതാക്കന്മാരെ സംബന്ധിച്ചും പ്രവർത്തനത്തെ സംബന്ധിച്ചുമെല്ലാം ഞങ്ങൾ സംസാരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന് ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ഈ ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്യുന്നതിനാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞു. And because she has been a colleague of hers for many years, I asked her, what was your experience working with him? What was he like? ഏറെ നാളായി സഹപ്രവർത്തകരായിരുന്നു, ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് ഞാൻ അമ്മയോട് ചോദിച്ചു, എന്താണ് അദ്ദേഹത്തെ കുറിച്ച് അമ്മയുടെ ഓർമ്മകൾ, അനുഭവങ്ങൾ എന്താണ് എന്ന് ഞാൻ ചോദിച്ചു. And she said to me, he was a God-fearing man. He was a humble man. And his whole life was spent in service. അദ്ദേഹം എന്നോട് പറഞ്ഞത്, അമ്മ എന്നോട് പറഞ്ഞത്, അദ്ദേഹം വലിയ ഒരു ദൈവഭക്തിയുള്ള, ദൈവഭയമുള്ള ഒരാളാണ്. അതുപോലെ തന്നെ ഏറ്റവും വിനയാനന്ദനായ ഒരു മനുഷ്യനാണ്. ജീവിതം മുഴുവൻ ജനങ്ങളുടെ സേവനത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ച ഒരാളായിരുന്നു. She said he was a unique and അദ്ദേഹം അവർ പറഞ്ഞത്, അദ്ദേഹം ഒരു വളരെ ഒരു വ്യത്യസ്തതയുള്ള, അതുപോലെ തന്നെ വലിയ സ്വാധീനമുള്ള ഒരു നേതാവായിരുന്നു. the rarest quality he had was that he was humble and deeply compassionate towards people. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രത്യേകതയുള്ള ഒരു സ്വഭാവം, പലപ്പോഴും കാണാൻ കഴിയാത്ത ഏറ്റവും പ്രത്യേകതയുള്ള സ്വഭാവം, ആഴത്തിൽ അദ്ദേഹം വലിയ വിജ്ഞാനത്തിനും അദ്ദേഹം ഒരു സഹാനുഭൂതിയും ഉള്ള ഒരു മനുഷ്യനാണ്. So it makes me very, very happy that this auditorium is named from whom all of us must learn. അതുകൊണ്ട് നമ്മൾ എല്ലാവരും പഠിക്കേണ്ട ഒരു മനുഷ്യന്റെ പേരിൽ ഈ ഓഡിറ്റോറിയം നാമകരണം ചെയ്തിരിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. And whose wisdom, whose contribution, not just to politics in Kerala, but to politics in the whole of the country, will always be remembered and respected by all of us. ഈ രാജ്യത്തിന് മുഴുവൻ അദ്ദേഹത്തിന്റെ വിവേകവും അദ്ദേഹത്തിന്റെ സേവനവും ലഭിച്ചിട്ടുള്ളത് എല്ലാ കാലത്തും ഓർമ്മിക്കപ്പെടുന്നവരായിട്ട് സംശയമില്ല.